സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ബാക്കി സെക്ഷനായിട്ട് പഠിക്കാം. അടുത്ത റിലേഷൻ y പാരാമീറ്റർ ടു t പാരാമീറ്റർ. വൈയിൽ നിന്ന് ടിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? y മീൻസ് അഡ്മിറ്റൻസ്, t മീൻസ് ട്രാൻസ്മിഷൻ. അപ്പോൾ വൈയിൽ നിന്ന് ടിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും നോക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിൽ പഠിച്ച പോലെ തന്നെ ഇക്വേഷൻ ഫോം ചെയ്യുന്നു. എന്താണ് ട്രാൻസ്മിഷൻ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ? ട്രാൻസ്മിഷൻ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കുക. V1 ഈസ് ഈക്വൽ ടു A V2 മൈനസ് B I2. I1 ഈസ് ഈക്വൽ ടു C V2 മൈനസ് D I2. അപ്പോൾ V1ൻ്റെ ഇക്വേഷനായി, I1ൻ്റെ ഇക്വേഷനായി. ഇതെന്താണ്? ട്രാൻസ്മിഷൻ പാരാമീറ്ററിൽ നമ്മൾ ഫോം ചെയ്ത ഇക്വേഷനാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? y പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. y പാരാമീറ്ററിൽ നമ്മൾ ജനറലി നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതുന്നു. I1 ഈസ് ഈക്വൽ ടു y11 V1 പ്ലസ് y12 V2. സിമിലർലി I2 ഈസ് ഈക്വൽ ടു y21 V1 പ്ലസ് y22 V2. നമുക്കറിയാവുന്ന ട്രാൻസ്മിഷൻ പാരാമീറ്ററിൻ്റെയും y പാരാമീറ്ററിൻ്റെയും ഇക്വേഷൻ എഴുതി. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ട്രാൻസ്മിഷൻ Z2 ചെയ്തില്ലേ? വൈയിലേക്കല്ല, സെഡിന്ന് ടിയിലേക്ക് ചെയ്തില്ലേ? അതേപോലെ തന്നെയാണ് വൈയിൽ നിന്ന് ടിയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ y പാരാമീറ്ററിൽ I2ൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഈ I2ൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. I2 എന്താണ്? y21 V1 പ്ലസ് y22 V2 ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? I2 മൈനസ് y22 V2 ഈസ് ഈക്വൽ ടു y21 V1. I2 മൈനസ് y22 V2 ഈസ് ഈക്വൽ ടു y21 V1. ഇതിൽ നിന്ന് V1ൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഒന്നുമില്ല, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ കിട്ടും. V1 എന്താണ്? മൈനസ് y22 ഡിവൈഡഡ് ബൈ y21 ഇൻറ്റു V2 മൈനസ് 1 ബൈ y21 ഇൻറ്റു I2. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ V1ൻ്റെ ഇക്വേഷൻ ഏതിന് സിമിലറാണ്? നമ്മളെ ട്രാൻസ്മിഷൻ പാരാമീറ്ററിലുള്ള V1ൻ്റെ ഇക്വേഷന് സിമിലറാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ പാരാമീറ്ററിലുള്ള V1ൻ്റെ ഇക്വേഷൻ എന്താണ്? V1 ഈസ് ഈക്വൽ ടു A V2 മൈനസ് B I2 ആണ്. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. V1 ഈസ് ഈക്വൽ ടു A V2 മൈനസ് B I2 ആണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എൻ്റെ ടേമിന് പകരം ഇവിടെ എന്താണുള്ളത്? മൈനസ് y22 ഡിവൈഡഡ് ബൈ y21 ആണ്. ബീൻ്റെ ടേംസിന് പകരം എന്താണുള്ളത്? മൈനസ് 1 ബൈ y21 ആണ്. അപ്പോൾ എക്ക് പകരമുള്ളതും ബിക്ക് പകരമുള്ളതും നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ y പാരാമീറ്റർ തന്നാൽ എയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ബിയിലേക്കും കൺവേർട്ട് ചെയ്യാം. ഇത് മാത്രം മതിയോ? പോരാ, സി ആൻഡ് ഡി കൂടെ വേണം. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച V1ൻ്റെ ഇക്വേഷന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
സ്റ്റെപ്പ് 3യിലുള്ള I1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് 2യിലുള്ള I1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? I1ൻ്റെ ഇക്വേഷനിൽ V1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ച y പാരാമീറ്ററിലുള്ള I1ൻ്റെ ഇക്വേഷനിൽ V1ൻ്റെ ടേംസിന് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? അതേത് ഫോമിലായി? അതെ, നമ്മൾക്കറിയാവുന്ന ട്രാൻസ്മിഷൻ പാരാമീറ്ററിൻ്റെ I1ൻ്റെ ഇക്വേഷൻ പോലെ ആയില്ലേ? ഓക്കെ, ഇപ്പം എന്താണ് I1ൻ്റെ ഇക്വേഷൻ? സി V2 മൈനസ് ഡി I2. സി V2 മൈനസ് ഡി I2. അപ്പോൾ ഈ I1ൻ്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻ ടേംസ് ഓഫ് സിക്ക് പകരം ഇവിടെ എന്താണുള്ളത്? y12 y21 മൈനസ് y11 y22 ഓൾ ഡിവൈഡഡ് ബൈ y21. അതുപോലെ ഇതിൽ ഡിക്ക് പകരം ഉള്ളത് എന്താണ്? മൈനസ് y11 ഡിവൈഡഡ് ബൈ y21. അപ്പോൾ y പാരാമീറ്റർ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് എല്ലാ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് y തന്നാൽ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ സെഡിൽ നിന്ന് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് പഠിച്ചു. വൈയിൽ നിന്ന് സെഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് പഠിച്ചു. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇൻവേഴ്സ് എടുത്താൽ മതി. സെഡിൽ നിന്ന് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. വൈയിൽ നിന്ന് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. അതിനെന്തുണ്ട്? ഇൻവേഴ്സ് അല്ല, ഇക്വേഷൻ തന്നെയുണ്ട്. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി രണ്ട് റിലേഷൻസ് കൂടിയുണ്ട്. ടി ടു എച്ച്, ടി പാരാമീറ്ററിൽ നിന്ന് എച്ചിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു? ടിയിൽ നിന്ന് എച്ചിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞ അതേ രീതിയിലല്ല ഇതുള്ളത്. നോക്കാം. നിങ്ങൾക്കറിയാലോ H11 H12 H21 H22 ഓരോന്നിൻ്റെയും ഇക്വേഷൻ നിങ്ങൾക്കറിയാം അല്ലേ? പഠിച്ചതല്ലേ? എന്താണ് H11? H11 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ I1. H12 ഈസ് ഈക്വൽ ടു V1 divided by V2. H21 is equal to I2 divided by I1. H22 is equal to I2 divided by V2. ഇത് ഓരോന്നും നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ടിയിൽ നിന്ന് എച്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടി പാരാമീറ്ററിൻ്റെ നമുക്കറിയാവുന്ന ജനറൽ ഇക്വേഷൻ എഴുതുക. അതാണ് ഇവിടെ പറഞ്ഞത്. V1 നമുക്കറിയാവുന്ന ഇക്വേഷനാണ്, ജനറൽ ഇക്വേഷനാണ്. ടിയുടെ ജനറൽ ഇക്വേഷനാണ്. എന്താണത്? V1 ഈസ് ഈക്വൽ ടു എ V2 മൈനസ് ബി I2. I1 ഈസ് ഈക്വൽ ടു സി V2 മൈനസ് ഡി I2. ഇനി എന്ത് ചെയ്യണം? V2 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ V2നെ 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ V2 0 ആകുന്ന ടൈമിൽ എന്തായിരിക്കും V1ൻ്റെയും I1ൻ്റെയും ഇക്വേഷൻ? നോക്കാം. V1 ഈസ് ഈക്വൽ ടു മൈനസ് ബി I2. I1 ഈസ് ഈക്വൽ ടു മൈനസ് ഡി I2. അപ്പോൾ എന്താണ് H11? H11 എന്താണ്? V1 ഡിവൈഡഡ് ബൈ I1 ആണ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച V1 ഡിവൈഡഡ് ബൈ
I1 ചെയ്താൽ എന്ത് കിട്ടും? H11 കിട്ടുന്നതായിരിക്കും. അപ്പോൾ H11 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ I1 ഈസ് ഈക്വൽ ടു മൈനസ് BI2 ഡിവൈഡഡ് ബൈ മൈനസ് DI2. അപ്പോൾ എന്തായി? H11 എന്തായി? അതെ, B/DI. ഓക്കെ. ഇനി H21 കണ്ടുപിടിക്കണം. എന്താണ് H21? എന്താണ്? H21 ഈസ് ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ I1 ആണ്. അപ്പോൾ എന്താണ് I2? എന്താണ് I1? I2 ഡിവൈഡഡ് ബൈ I1 ആണ്. അപ്പം I2 ഡിവൈഡഡ് ബൈ I1 നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? I1 എന്താണ്? മൈനസ് DI2 ആണ്. അപ്പോൾ H21 ഈസ് ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ I1 ആണ്. I2 ഡിവൈഡഡ് ബൈ മൈനസ് DI2 ആയി. അപ്പോൾ അതിൽ നിന്ന് I2 ക്യാൻസൽ ആയാൽ എന്തായി? H21ൻ്റെ വാല്യൂ കിട്ടും. H21 ഈസ് ഈക്വൽ ടു മൈനസ് 1/D ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ H11 കണ്ടുപിടിച്ചു, H21 കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ അടുത്തത് കണ്ടുപിടിക്കണം. അതിന് ഈ ഇക്വേഷനിൽ തന്നെ I1 ഇക്വേഷൻ 6 ശ്രദ്ധിക്കുക. ഇക്വേഷൻ 6 ശ്രദ്ധിക്കുക. അതിൽ I1ന് 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇക്വേഷൻ 6ൽ I1 0 ആയാൽ എന്ത് സംഭവിക്കും? അതെ, 0 ആയാൽ എന്ത് സംഭവിക്കും? 0 ഈസ് ഈക്വൽ ടു CB2 മൈനസ് DI2. അതിൽ നിന്ന് CB2 ഈസ് ഈക്വൽ ടു DI2 ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാരാമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ? H22 ശ്രദ്ധിക്കുക. H22ൻ്റെ ഇക്വേഷൻ എന്താണ്? I2 ഡിവൈഡഡ് ബൈ V2 ആണ്. H22 എന്താണ്? I2 ഡിവൈഡഡ് ബൈ V2 ആണ്. അപ്പോൾ CB2 ഈസ് ഈക്വൽ ടു DI2 നമുക്ക് കിട്ടി. അതിൽ നിന്ന് I2 ഡിവൈഡഡ് ബൈ V2 ചെയ്താൽ എന്ത് കിട്ടും? H22 കിട്ടും. ഓക്കെ. അപ്പം I2 ഡിവൈഡഡ് ബൈ V2 ഈസ് ഈക്വൽ ടു എന്താണ്? C/D ആണ്. അതാണ് H22. ഓക്കെ അല്ലേ? ഇനി ഒരു പാരാമീറ്റർ കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് H12. അപ്പം എങ്ങനെയാണ് H12 കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച I2ൻ്റെ ഇക്വേഷൻ I2 ഈസ് ഈക്വൽ ടു എന്താണ്? C/D V2 ആണ്. അതെന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷനിൽ സ്റ്റെപ്പ് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. V1 ഈസ് ഈക്വൽ ടു AV2 മൈനസ് BI2. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇല്ലേ? V1 ഈസ് ഈക്വൽ ടു AV2 മൈനസ് BI2. നമുക്കറിയുന്ന ഇക്വേഷനാണ്. അതിൽ I2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. V1 ഈസ് ഈക്വൽ ടു AD മൈനസ് BC ഡിവൈഡഡ് ബൈ D ഇൻറ്റു V2. അപ്പം അതിൽ നിന്ന് V1 ബൈ V2 ചെയ്താൽ എന്ത് കിട്ടും? H12 കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് H12? H12 എന്താണ്? V1 ബൈ V2 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ഇക്വേഷനിൽ നിന്ന് V1 ബൈ V2 ചെയ്താൽ എന്ത് കിട്ടും? H12 കിട്ടും. അപ്പോൾ എല്ലാ T പാരാമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? H പാരാമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്താൽ എന്ത് ചെയ്യാം? H പാരാമീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ T പാരാമീറ്ററിൽ നിന്ന് Hലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി ഒരു കൺവേർഷൻ കൂടിയുണ്ട്, H to Z. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് H പാരാമീറ്റർ ടു Z പാരാമീറ്റർ. Hൽ നിന്ന് എങ്ങനെ
സെഡിലേക്ക് കൺവേർട്ട് ചെയ്യും? അതുകൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി. V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇനി എന്ത് ചെയ്യുന്നു? നമുക്കറിയാവുന്ന എച്ച് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. എന്താണ് എച്ച് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ? നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. V1 ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. സിമിലർലി I2 ഈസ് ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. ഇനി എന്താണ് ചെയ്യുന്നത്? I2ൻ്റെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? I2 മൈനസ് H21 I1 ഈസ് ഈക്വൽ ടു H22 V2. I2 മൈനസ് H21 I1 ഈസ് ഈക്വൽ ടു H22 V2. ഇതിൽ നിന്ന് V2ൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാം അല്ലേ? V2ൻ്റെ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. V2ൻ്റെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു. ആ ഇക്വേഷൻ ഏതിന് സിമിലറാണ്? അതെ, നമുക്കറിയാവുന്ന സെറ്റ് പാരാമീറ്ററിലുള്ള V2ൻ്റെ ഇക്വേഷന് സിമിലറാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ശ്രദ്ധിക്കുക. V2ൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ശ്രദ്ധിക്കുക. അതുപോലെ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷനും V2ൻ്റെ ഇക്വേഷനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. Z21 പകരം എന്താണുള്ളത്? മൈനസ് H21 ഡിവൈഡഡ് ബൈ H22 ആണ്. Z22 പകരം എന്താണുള്ളത്? 1/H22 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ Z21ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, Z22ൻ്റെ ഇക്വേഷനും കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് V2 വാല്യൂ ഇൻ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് സ്റ്റെപ്പ് 2. നോക്കാം നമുക്ക്. V1 ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കറിയുന്ന V1ൻ്റെ ഇക്വേഷൻ ഇല്ലേ? V1 ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് പാരാമീറ്ററിലുള്ള V1ൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. എന്താണ്? V1 ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. അതിൽ നമ്മൾ കണ്ടുപിടിച്ച V2ൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ച V2ൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് കിട്ടും? V1 ഈസ് ഈക്വൽ ടു നമുക്ക് വലിയൊരു ഇക്വേഷനാണ് കിട്ടുന്നത്. ആ V1ൻ്റെ ഇക്വേഷൻ ഏതിന് സിമിലറാണ്? അതെ, സെറ്റ് പാരാമീറ്ററിലുള്ള V1ൻ്റെ ഇക്വേഷന് സിമിലറാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ രണ്ട് ഇക്വേഷനും ശ്രദ്ധിക്കുക. ഈ രണ്ട് ഇക്വേഷനിൽ Z11ൻ്റെ ടേമിന് പകരം എന്താണുള്ളത്? H11 H22 മൈനസ് H12 H21 ഓൾ ഡിവൈഡഡ് ബൈ H22. അതുപോലെ Z12ന് പകരം എന്താണുള്ളത്? H12 ഡിവൈഡഡ് ബൈ H22 ആണുള്ളത്. ഇപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഓരോന്നിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ ഓരോ പാരാമീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഇക്വേഷൻസാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഡെറിവേഷൻസ് ഓരോന്നും കറക്റ്റായിട്ട് പഠിക്കുക. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ.